കരിമണൽ കമ്പനിയായ CMRL നിന്ന് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയൻ കൈപ്പറ്റിയ 1.72 കോടി രൂപയ്ക്ക് നികുതി അടച്ചിട്ടില്ല എന്ന ആരോപണത്തിന് തെളിവുമായി മാത്യു കുഴൽനാടൻ MLA രംഗത്ത് വന്നതോടെ വീണ കൂടുതൽ പ്രതിരോധത്തിലായിരിക്കുകയാണ്. വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസും CMRL തമ്മിൽ നടത്തിയ ഇടപാടുകളിലെ അഴിമതി അല്ലെങ്കിൽ ക്രമക്കേട് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മാത്യു കുഴൽനാടൻ നേരത്തെ വിജിലൻസ് കോടതിയിൽ നൽകിയിരുന്ന കേസ് തള്ളിയതിനെ തുടർന്ന് അദ്ദേഹം ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിന്മേൽ വിധി വരാനിരിക്കുകയാണ്. ഈ കേസിൽ SFIO, അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് നടത്തിയ അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഇപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. എക്സാലോജിക്ക് CMRL നൽകിയ സേവനത്തിനുള്ള പ്രതിഫലമായിട്ടാണ് 1.72 കോടി രൂപ എക്സാലോജിക്കിന് ലഭിച്ചതെന്ന ഒരു വാദം. ആ വാദം ശരിയല്ലെന്നാണ് ഇപ്പോൾ SFIO നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അത് അഴിമതി പണമാണ്. രാഷ്ട്രീയക്കാർക്ക് CMRL നൽകിയ അഴിമതി പണത്തിന്റെ ഭാഗമാണ് ഈ 1.72 കോടി രൂപയെന്നാണ് SFIO ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനിടയ്ക്കാണ് ഈ തുകയ്ക്ക് വീണ വിജയൻ യാതൊരു തരത്തിലുമുള്ള നികുതി അടച്ചിട്ടില്ല എന്നതു സംബന്ധിച്ച വിവരാവകാശ രേഖയുമായി നമ്മുടെ കുഴൽനാടൻ MLA രംഗത്ത് വന്നിരിക്കുന്നത്. എക്സാലോജിക്കും CMRL തമ്മിലുള്ളത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്നും എക്സാലോജിക്ക് മറ്റേ കമ്പനിക്ക് നൽകിയ സേവനങ്ങൾക്ക് പ്രതിഫലമായി നൽകിയ തുകയാണ് 1.72 കോടി രൂപ എന്നുമാണ് ഇതുവരെ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ന്റെ നേതാക്കളും അതുപോലെ തന്നെ സംസ്ഥാന ധനകാര്യമന്ത്രിയായ KN ബാലഗോപാലുമൊക്കെ വാദിച്ചിരുന്നത്. അല്ലെങ്കിൽ ആ ന്യായീകരണമാണ് അവർ മുന്നോട്ട് വച്ചിരുന്നത്. എല്ലാം ക്ലീനാണ്, സുതാര്യമാണ് എന്ന ലൈനാണ് CPM-ഉം മുഖ്യമന്ത്രിയും ഇതുവരെ എടുത്തിരുന്നത്. CMRL നിന്ന് എക്സാലോജിക്ക് കൈപ്പറ്റിയ 1.72 കോടി രൂപയ്ക്ക് നികുതി അടച്ചു എന്നാണ് നേരത്തെ ബാലഗോപാൽ ധനകാര്യമന്ത്രി അവകാശപ്പെട്ടിരുന്നത്. പക്ഷെ അത് തെളിയിക്കാൻ ഇപ്പോൾ ലഭിച്ച വിവരാവകാശ രേഖകളുടെ അടിസ്ഥാനത്തിൽ മാത്യു കുഴൽനാടൻ മുഖ്യമന്ത്രിയെയും വീണയെയും സംസ്ഥാന സർക്കാരിനെയും CPM-നെയും വെല്ലുവിളിക്കുന്നു. അതോടൊപ്പം ബംഗളൂരുവിലെ കേന്ദ്ര നികുതി അസിസ്റ്റന്റ് കമ്മീഷണറിൽ നിന്ന് തനിക്ക് ലഭിച്ച രേഖകൾ, അതായത് വിവരാവകാശ നിയമം അനുസരിച്ച് ചോദിച്ച ചോദ്യങ്ങൾക്ക് കിട്ടിയ മറുപടി കുഴൽനാടൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ്. 2017 GST നിലവിൽ വന്നത്. അതിനു മുമ്പ് സേവന നികുതിയായിരുന്നു, സർവീസ് ടാക്സ്. അത് അടയ്ക്കണമെങ്കിൽ ഒരു കമ്പനിക്ക് സേവന നികുതി രജിസ്ട്രേഷൻ വേണം. പക്ഷെ മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് ഒരിക്കലും സേവന നികുതി സംബന്ധിച്ച രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നില്ല എന്നാണ് മാത്യു കുഴൽനാടന് ലഭിച്ച വിവരാവകാശ രേഖകളിൽ വ്യക്തമാക്കുന്നത്. അത്തരത്തിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരുന്നതിൻ്റെ യാതൊരു രേഖകളും ലഭ്യമല്ലെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ ബംഗളൂരുവിലെ കേന്ദ്ര നികുതി അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസ് നൽകിയ മറുപടിയിൽ പറയുന്നു. മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് ബാംഗ്ലൂർ കേന്ദ്രമാക്കിയാണ് പ്രവർത്തിക്കുന്നത്. അവിടെയാണ് ആ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. GST പ്രാബല്യത്തിൽ വന്നപ്പോൾ നേരത്തെ സർവീസ് ടാക്സ് നൽകിയിരുന്ന കമ്പനികൾ ഒരു ട്രാൻസിഷൻ ഫോം നൽകണം. അതായത് സർവീസ് ടാക്സിൽ നിന്ന് GST-യിലേക്ക് മാറുന്നതായി കാട്ടുന്ന ഒരു ട്രാൻസിഷൻ ഫോം. പക്ഷേ എക്സാലോജിക് സൊല്യൂഷൻസ് അത്തരത്തിലൊരു രേഖ അല്ലെങ്കിൽ ഒരു ഫോം ഇതുവരെ കേന്ദ്ര നികുതി അധികൃതർക്ക് സമർപ്പിച്ചിട്ടില്ല, നൽകിയിട്ടില്ല എന്നാണ് വിവരാവകാശ നിയമം അനുസരിച്ച് ലഭിച്ച ഉത്തരങ്ങളിൽ പറയുന്നത്. ഇതേപ്പറ്റി നേരത്തെ തന്നെ മാത്യു കുഴൽനാടൻ പരസ്യമായിട്ട് ആക്ഷേപം ഉന്നയിച്ചിരുന്നതാണ്. അന്ന് വീണയെ പ്രതിരോധിക്കാൻ വന്നവരിൽ ഒരാൾ നമ്മുടെ ധനകാര്യമന്ത്രി KN ബാലഗോപാലായിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞത് എക്സാലോജിക് സൊല്യൂഷൻസിൽ ലഭിച്ച 1.72 കോടി രൂപയ്ക്ക് നികുതി അടച്ചിട്ടുണ്ട്. അത് ഏതുതരം നികുതിയാണ്? സർവീസ് ടാക്സ് ആണോ, അതിനുശേഷം GST ആണോ എന്നൊന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നില്ല. ഒരു ഒഴുക്കൻ മറുപടിയാണ് അന്ന് മന്ത്രിയിൽ നിന്നുണ്ടായത്. അതേ തുടർന്നാണ് മാത്യു കുഴൽനാടൻ
കേന്ദ്ര നികുതി വകുപ്പിനെ സമീപിച്ചത് വിവരാവകാശ നിയമപ്രകാരം. CMRL, എക്സാലോജിക് എന്നീ കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ അഴിമതി ഉണ്ടെന്നും നിയമപരമല്ലാത്ത പല കാര്യങ്ങളും നടന്നിട്ടുണ്ടെന്നും ചൂണ്ടിക്കാട്ടി മാത്യു കുഴൽനാടൻ വിജിലൻസ് അന്വേഷണത്തിന് വേണ്ടി സമീപിച്ചതാണ്. കരിമണൽ ഖനനത്തിന് പിണറായി വിജയന്റെ സർക്കാർ വഴിവിട്ട പല ആനുകൂല്യങ്ങളും CMRL എന്ന് പറയുന്ന സ്ഥാപനത്തിന്, കമ്പനിക്ക് നൽകിയിട്ടുണ്ടെന്നും അതിന് പ്രത്യുപകാരമായി മുഖ്യമന്ത്രിയുടെ മകൾക്ക് 1.72 കോടി രൂപ മാസപ്പടിയായി നൽകിയെന്നുമായിരുന്നു അദ്ദേഹം ഒന്ന് ആരോപിച്ചിരുന്നത്. ആ കേസ് പിന്നീട് വിജിലൻസ് കോടതിയിലെത്തി. അപ്പോൾ കോടതി പറഞ്ഞത് ഒരു പ്രാഥമിക അന്വേഷണം നടത്താൻ ആവശ്യമായ വസ്തുതകൾ അല്ലെങ്കിൽ തെളിവുകൾ പോലും ഈ കേസിലില്ല എന്നാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്യു കുഴൽനാടൻ്റെ അപേക്ഷ, അതായത് വിജിലൻസിനെ കൊണ്ട് ഇത് അന്വേഷിപ്പിക്കണം എന്ന ആവശ്യം കോടതി തള്ളുകയാണ് ഉണ്ടായത്. പിന്നീട് അദ്ദേഹം അതിനെതിരെ ഹൈക്കോടതിയിൽ ഒരു അപ്പീലുമായി പോയി. അതിന്മേൽ വാദം നടന്നു. പക്ഷേ വാദം പൂർത്തിയായി ഏതാണ്ട് 5 മാസം കഴിഞ്ഞിട്ടും ഇതേവരെ കോടതിയുടെ ഒരു തീരുമാനം അല്ലെങ്കിൽ വിധി വന്നിട്ടില്ല. വളരെ പ്രധാനപ്പെട്ട ഒരു കേസാണ്, സമയബന്ധിതമായി തീർക്കേണ്ടതാണ്. വാദം പൂർത്തിയായി കഴിഞ്ഞു. എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ 5 മാസം കഴിഞ്ഞിട്ടും അതിന്മേലൊരു വിധി ഉണ്ടാവാത്തത് എന്നത് സംശയാസ്പദമായ അല്ലെങ്കിൽ അത്ഭുതമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഹൈക്കോടതി ആ കേസ് തള്ളിക്കളഞ്ഞാലും വേണ്ടില്ല എന്ന നിലപാടിലാണ് മാത്യു കുഴൽനാടൻ. കാരണം അപ്പോൾ അദ്ദേഹത്തിന് അപ്പീലുമായി സുപ്രീം കോടതിയെ സമീപിക്കുന്നതിന് സാധിക്കും. അതിനൊരു അവസരത്തിന് വേണ്ടി, അതായത് ഈ ഹൈക്കോടതിയിലെ വിധി വരുന്നതിന് വേണ്ടി കാത്തിരിക്കുകയാണ് മാത്യു കുഴൽനാടൻ. പ്രാഥമികമായ ഒരു അന്വേഷണത്തിന് പോലും വകയോ വകുപ്പോ ഇല്ല എന്ന് നമ്മുടെ വിജിലൻസ് പറഞ്ഞ ഒരു കേസിലാണ് SFIOയുടെ വളരെ വ്യത്യസ്തമായ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അതിപ്പോൾ ഡൽഹി ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇത് അഴിമതിപ്പണമാണെന്നാണ്. CMRL അവർക്ക് സർക്കാരിൽ നിന്ന് ലഭിച്ച നിയമപരമല്ലാത്ത സഹായങ്ങൾക്ക് അല്ലെങ്കിൽ പിന്തുണയ്ക്ക് നൽകിയ ഒരു കൈക്കൂലി അല്ലെങ്കിൽ അഴിമതി, അതല്ലാതെ ഇത് എക്സാലോജിക് സൊല്യൂഷൻസ് CMRL നൽകിയ ഏതെങ്കിലും സേവനത്തിൽ ലഭിച്ച ഒരു പ്രതിഫലമായിട്ട് കരുതാനാവില്ല എന്ന് SFIO പറഞ്ഞിരിക്കുകയാണ്. അതോടെ ഈ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ആവശ്യമായ യാതൊരു വക വസ്തുതകളും ഇല്ല എന്ന വിജിലൻസിന്റെ നിലപാട് നിരാകരിക്കപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ വിജിലൻസ് കോടതിയുടെ തീരുമാനത്തിനെതിരെ മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയിൽ നൽകിയ അപ്പീലിന്റെ വിധി വരാനിരിക്കുക. അതുപോലെയാണ് ഡൽഹി ഹൈക്കോടതിയിലുള്ള കേസ്. അവരാണ് SFIOയുടെ റിപ്പോർട്ട് പരിഗണിക്കുന്നത്. ഡൽഹി ഹൈക്കോടതി ആ റിപ്പോർട്ട് സ്വീകരിക്കുമോ നിരാകരിക്കുമോ, അല്ലെങ്കിൽ അതിന്മേൽ അത് സ്വീകരിച്ചുകൊണ്ട് അടുത്ത നടപടികളിലേക്ക് നീങ്ങുമോ എന്നുള്ളതൊക്കെ ഇപ്പോൾ അറിയാനിരിക്കുന്ന കാര്യങ്ങളാണ്. അതിനിടയിലാണ് മാത്യു കുഴൽനാടൻ 1.72 കോടി രൂപയ്ക്ക് യാതൊരു തരത്തിലുള്ള നികുതിയും അടച്ചിട്ടില്ല, സർവീസ് ടാക്സോ അല്ലെങ്കിൽ GSTയോ അടച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ പറ്റുന്ന വിവരാവകാശ രേഖകളുമായി രംഗത്ത് വന്നിരിക്കുന്നത്. കുഴൽനാടൻ കുറേ കാലമായിട്ട് ഇതിൻ്റെ പിന്നാലെയാണ്. നിയമസഭയിൽ അദ്ദേഹവും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ ഇക്കാര്യത്തിൽ പലവട്ടം സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ഇപ്പോൾ ഈ വിവരാവകാശ രേഖ സംഘടിപ്പിച്ചിരിക്കുന്നത്. അത് തെളിയുകയാണെങ്കിൽ, വീണ വിജയൻ നികുതികളൊന്നും അടച്ചിട്ടില്ല എന്ന് വ്യക്തമാവുകയാണെങ്കിൽ, നികുതി വെട്ടിപ്പ് നടത്തി എന്ന ഒരു കേസ് കൂടി അവർക്കെതിരെ വരാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്.